മനുഷ്യൻ്റെ ഈ ശ്വാസം മുട്ടിന് ഒരു കുറവുമില്ല. ഗുളികയും മരുന്നും കുടിച്ചിട്ടാണെങ്കിൽ അതൊരാക്കില്ല. ഇത്ര കാലം മുന്നേ തുടങ്ങിയതാണ്. നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ശ്വാസം മുട്ടേറ്റ് കുറേ നേരം നിൽക്കണം. എന്ന് തീരുവാണോ അവൻ്റെ ഈ ദുരിതമൊക്കെ? എത്ര കാലം മുന്നേ തുടങ്ങിയതാ. അരിയില്ലേ, എങ്ങനെയപ്പം ഞാൻ ആ പെണ്ണിനോട് പറയാം അരിയില്ല എന്നുള്ളത്? പെരേത്തെ ചെലവിന് തന്നെ വേണം അവൾക്കൊരു ഇച്ചിരാങ്ങ പൈസ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ അരിയില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ വിചാരിക്കുന്നത്? പറഞ്ഞിട്ടെങ്കിൽ അതിനും ചീത്താറ്. നിങ്ങൾക്ക് എന്താ തൊള്ളണ്ടായിനില്ലേന്ന് ചോദിക്കും. എന്നേ പരി കൊടുന്നത് അതെങ്ങനെ ഒരുത്തിക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പകുതി മുക്കാലും നിലത്തിട്ടുങ്ങാണ്ടല്ലേ. എൻ്റെ കുട്ടി അടങ്ങറായി എല്ലാരെ കൊണ്ടും. ഒരു മണി അരി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ കഷ്ടപ്പെടുന്നെ വേണം. ഇനിയിപ്പോ വൈകുന്നേരത്തിന് ചോറിന് എന്താ കാട്ടാണാവും? പറഞ്ഞിട്ടും കാര്യമില്ല. ഓൾക്കാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ പെരക്കാര് വരുവോളം അവിടെ പണി ഉണ്ടാവൂല. ഇതാണെങ്കിൽ ശ്വാസം മുട്ടിയിട്ട് ഒന്നും എടുക്കാനും വെച്ച. ഇന്റെ സൈനുമ്മേ രാവിലെ തന്നെ പാത്രങ്ങളോട് ഭയങ്കര പരാതിയാണല്ല. എന്താ അന്നത്തെ പരാതി? പരാതിയൊന്നും അല്ല എൻ്റെ കുട്ടിയെ, ഉമ്മമാരുടെ ശ്വാസം മുട്ടിന്റെ കൂട്ടം പറയാണ്. എന്ന് തുടങ്ങിയതാണ് ഈ ശ്വാസം മുട്ട്? എത്ര ഗുളികയും മരുന്നും ഉമ്മ കുടിച്ച് ഒരു മാറ്റം ഇല്ല. ഇതമ്മ ഇനി വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ടങ്ങള്. നിങ്ങളോട് എത്രയായി ഞാൻ പറഞ്ഞ നല്ലൊരു ഡോക്ടറെ കാണിക്കാൻ വരീന്നുള്ളത്? അപ്പൊ നിങ്ങക്ക് കശാശുപത്രിത്തെ മരുന്ന് മാത്രം പറ്റുള്ളൂ. ഇപ്പൊ ശ്വാസം മുട്ടിയിട്ട് നടക്കാൻ പോലും വയ്യാല. അല്ലെങ്കിലോ റിനുമോളെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടിക്ക് ഒരു ഇച്ചിരാങ്ങും പൈസ വേണം. അതന്നെ എൻ്റെ ആൾക്ക് എത്തിപ്പോണില്ല. അവിടുന്നും കടം വാങ്ങി ഇവിടുന്നും കടം വാങ്ങി അങ്ങനെ നടക്കില്ല എൻ്റെ കുട്ടി. ഒരു മാസം എത്ര റുപ്യാണ് ഓളെ ഗുളികക്ക്? അതന്നെ എത്തിപ്പോണില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ശ്വാസം മുട്ടും കൂടി നടന്നതന്നെ. ഈ കശാശുപത്രിത്തെ മരുന്നും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കണ്ട് പോയാൽ മതി. അതാകുമ്പോൾ പൈസ ഒന്നും വേണ്ടല്ലോ. 4 കുപ്പിയായിട്ടാണ്ട് പോയാൽ മതി. ഇങ്ങളോട് പറയാൻ വന്നേ ഇന്ന തലേന ആള് ചെയ്യാനിട്ടാണ്. ഇനിയിപ്പോൾ എന്തായാലേ ഇമ്മ ജീവിച്ച കാലം വരെ ഒന്നും ഇനി ജീവിക്കലുണ്ടാവില്ല. ഉള്ളും കാലം ഇങ്ങനൊക്കെ അങ്ങോട്ട് പോട്ടെ. മതിമ്മ നിർത്തുണ്ടങ്ങള്. നിങ്ങളാണല്ലോ പടച്ചോന്. നിങ്ങൾ തീരുമാനിക്കുമ്പോ നിങ്ങളോട് മരിക്കാന്. വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കരുതിട്ടമ്മ, മനുഷ്യനെ ബേജാറാക്കാനായിട്ട്. ഞാൻ അടിച്ചൊരു തരം മിറ്റ, നിങ്ങൾ ചെന്നുകൊണ്ട് മിറ്റ അടിച്ചുകാണ്ടേ ആ പൊടിയും കൂടി കൊണ്ടുകാണ്ടേ വെറുതെ അസുഖം വരുത്തിയേക്കണ്ട. അതേ ഓരോന്ന് പറയും. പാവാണ് എൻ്റെ കുട്ടി. കുടുംബത്തിനും അഞ്ചത്തിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. സ്വന്തം ജീവിതം നോക്കണമെന്നില്ല. അതിന് ആർക്കാ ഇപ്പൊ ചിന്ത ഉള്ളത്? കുടുംബക്കാർക്കും വേണ്ട, ആർക്കും വേണ്ട. ഇമ്മ റിനുമോളെ വിളിച്ചു നോക്കിയേ. അവളെ ആ ഗുളികന്റെ ക്ഷീണത്തിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങോ? ഒന്ന് വിളിച്ചു നോക്കി നിങ്ങള്. ഞാൻ വിളിച്ചാ പോള് വെക്കം നീക്കും. ഇന്നെക്കൊണ്ട് വെച്ച ഓളെ വിളിക്കാന് ഇന്റെ ആളിനെ പോയി വിളിച്ചോണ്ടി. ഇക്ക് വെച്ചപ്പോളെ ഈ അടിയും ചവിട്ടും കുത്തും കൊള്ളാന് ആ പ്രായക്കന്മാരെ കഴിഞ്ഞിക്കണ്. ഓൾക്ക് ഓളെ പാച്ചുതാത്തന്നെ മതിയാവും. ആ പാച്ചുവിനെ കണ്ടില്ലാന്നുണ്ടെങ്കിലേ ഓൾ ഇന്നിട്ട് ഇങ്ങനെ കുത്തും കുട്ടിയെ. ഇന്നെക്കൊണ്ട് വെച്ച ഇന്റെ ആളെ ഞാൻ മിറ്റടിച്ചിട്ട് പോയി വിളിച്ച പോയിട്ട്.
അവളോട് എപ്പോഴും കടിച്ച് ചീറാൻ ചെന്നാൽ പിന്നെ അവളും അങ്ങനെ തന്നെയല്ല. അവളോടൊന്നും നല്ലപോലെ വർത്താനം കൂടി പറയില്ല ഉമ്മ. എപ്പോഴും അവളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെയല്ല. അവളെ അവസ്ഥയും കൂടി ഉമ്മ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കൂല. അല്ല, ഇന്നെന്റെ നൂറക്കുട്ടിക്ക് ജോലിക്കൊന്നും പോണ്ടേ? അല്ലേ, ഈ നേരത്തൊന്നും ഇവിടെ കാണലില്ലല്ലോ. അവല് സുബിക്ക് മണ്ടല്ലേ എന്റെ ആള്. അതേ ഞാൻ ചോദിച്ചത്. ഞാൻ ഈ 2 ദിവസം കൂടി ഉണ്ടാവും ഇവിടെ. ബഷീറാക്കാന്റെ അടുത്തവരെ അവരെ മോളെ വീട്ടിക്ക് പോയിക്കണ്. അവര് വന്നതിന്റെ ശേഷം ഇനി ചെന്നാ മതി പണിക്കുന്നാ പറഞ്ഞിക്കണ്. വെറുതെ അല്ല, ഞാൻ നാളെ ഇമ്മാനൊന്ന് പോയി കാണട്ടെ. അല്ല സൈന, ഇന്റെ ആളെ ശ്വാസം മുട്ടലിന് ഒരു കുറവും ഇല്ലേ? ഇത് ഇനിയും കൊണ്ട് തന്നെ പോവുള്ളൂ ഈ ശ്വാസം മുട്ട്. ഇക്കേ മരിക്കണേന് പേടി ഉണ്ടായിട്ടല്ല. ഇക്കിന്റെ 2 മക്കളെ കാര്യം ആലോചിക്കുമ്പോഴാണ്. ഞാൻ കൂടി ഇല്ലാന്നുണ്ടെങ്കില് ഐറ്റങ്ങൾക്ക് പിന്നെ ആരാ ഉണ്ടാവല്? ആ കാര്യം ആലോചിക്കുമ്പോഴാണ്. അല്ലെ മരിച്ചാനൊന്നും ഇപ്പൊ ഇന്നൊക്കെ പേടിയില്ല. എന്തൊക്കെയാ സൈനജി പറയണത്? ആ മക്കള് കേൾക്കണ്ട. എനിക്ക് ഈ ഇടായിട്ടേ എന്റെ തൊള്ളേന്ന് ഇങ്ങനത്തെ വർത്താനങ്ങൾ തന്നെ വീകണുള്ളല്ലോ. ഇന്നലെയും പറഞ്ഞിച്ച് മിഞ്ഞാന്നും പറഞ്ഞു. എന്താ അപ്പൊ എന്റെ കഥ? അതൊക്കെ വിടിച്ച് എന്താ ഇപ്പൊ വന്നേ? ഞാൻ 2 തക്കാളിക്ക് വന്നതേന്ന്. ഞാനേ കൊടുന്നിട്ട് അങ്ങോട്ട് തരണ്ട്. കറി വെക്കാൻ നോക്കുമ്പോ തക്കാളി ഇല്ല. 2 ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കാട്ടിക്ക. തക്കാളിയൊക്കെ തരാ. അതൊന്നും ഇപ്പൊ കൊടുന്നിട്ട് തരണ്ട. ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിലേ ഇക്ക എന്റെ അടുത്തുനിന്ന് വന്ന് വാങ്ങാലാ. അല്ലേ ഇപ്പൊ ഞമ്മള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ള ബന്ധാണ്. അങ്ങനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കില് എന്തെല്ലാം നോക്കണം. അതിലൊന്നും ഇപ്പൊ കാര്യമില്ല. ഞാൻ നാളെ പോട്ടെ. ഇതിങ്ങനെ വെച്ചുങ്ങാണ്ട് ഇരിക്കണ്ടട്ടോ. നല്ലൊരു ഡോക്ടറെ കാണിച്ചോ പോയിട്ട്. ഇനി ഇങ്ങനെ വെച്ചുങ്ങാണ്ട് ഇരുന്നിട്ടേ ആ അസുഖം കൂട്ടാൻ നിക്കണ്ട. നൂറക്ക് 2 ദിവസത്തിന് ലീവാന്നല്ലേ പറഞ്ഞത്. ഓളും കൂട്ടി പോയിക്കോ. ഞാൻ പോട്ടെ. പാവാണ് ഈ പ്രായത്തിന്റെ അടുക്ക പമ്പർന്നോൾ ഇനി ഒന്നും അനുഭവിക്കാത്തേ ഇല്ല. പടച്ചോന്റെ ഒക്കെ ഓരോ പരീക്ഷണങ്ങള്. അല്ലെങ്കിലോ ഇന്റെ നൂറ് കൊറേ കഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെ ഇടക്കാപ്പ ഇന്റെ അതും കൂടി അനുഭവിക്കണം. ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താ നടക്കണേന്നുള്ളത് പറയണവർക്ക് എളുപ്പമാണ്. പറഞ്ഞാണ്ട് പോയാ മതി. ആ പെരക്കാരും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ കഷ്ടപ്പാടായിരുന്നു ഞങ്ങൾക്കത്. പാച്ചു, പാച്ചു. ഓ എണീറ്റ മോളെ. നൂറ മോളെ. പാച്ചു പാച്ചു അത് വിളിക്കണ്. റീന് നീച്ചിക്കണ്. വെക്കം വായോ. എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടും അതിന്റെ ഉള്ളില്. ഞാൻ ചെല്ലേ. ഇത് വരണമ്മ. ഞാൻ ഇന്നലെ തിരുമ്പിട്ടതൊന്നും എടുക്കാന്ന്. ഇപ്പൊ വരാം. പോയക്കട്ടെ. എന്താ കാട്ടി കൂട്ടിക്കണോ നീച്ചിട്ട്. പാച്ചു, പാച്ചു. എന്താ
പാസി സുന്ദരിയാവാലോ. ഈ പാച്ചിനെ സുന്ദരിയാക്കി തരൂല, ഞാൻ തന്നെ സുന്ദരിയാവും. പാച്ചിനെ സുന്ദരിയാക്കി തരൂല. പാച്ചിന് എപ്പോഴും എന്നെ ഇഷ്ടമല്ല. പാച്ചു ഇപ്പൊ ഞാൻ എത്ര പോലെ വിളിച്ച് പാച്ചു വന്നില്ലല്ലോ. ശരിയായില്ല. പാച്ചുവിന്റെ റിനുക്കുട്ടി എണീറ്റാ. പാച്ചു നോക്ക്, ഞാൻ സുന്ദരിയായല്ലോ. എന്താ മോളെ ഈ കാട്ടിക്കണത്? അനക്കിപ്പോ എവിടുന്ന് ഇത് കിട്ടിയത്? മോള് വായോ, പാച്ചേ പല്ല് തേച്ചരാ, എന്നിട്ട് ചായയും അപ്പും ഗുളികയും കുടിക്കണ്ടേ. ഇന്ന് എത്ര നേരം വൈകിട്ടാണ് പാച്ചുവിന്റെ കുട്ടി നീച്ചിക്കണത്. പാച്ചു ഇവിടെ ഉണ്ടായത് നന്നായി, അല്ലെങ്കിലോ ഇങ്ങനൊക്കെ കിടന്നുറങ്ങോ പാച്ചു മോള്? ഇക്കും വേണ്ട പാച്ചു, ഇക്കൊന്നും വേണ്ട. ഞാൻ എപ്പോഴും ഉറങ്ങുകയാണേ, ഗുളിക കുടിച്ചിട്ടേ. ഇക്കോ വേണ്ട. നൂറുമോളെ, റിനുമോള് നീച്ചടി. ഇമ്മേ അപ്പ അങ്ങോട്ട് കൊടുന്നേരാ. കറി കൂട്ടൂലല്ലോ, ഈ 2 തിന്നാ തന്നെ തിന്ന്. ഇന്നലെ ഞാൻ കൊടുത്തത് അച്ചേൽക്കോളോടെ ബാക്കി വെച്ച്. പാച്ചെന്നെ വേണമെന്ന് അറിഞ്ഞിട്ട് ഇന്നതൊന്ന് കൊടുത്തു നോക്ക്, ഞാൻ കൊണ്ടുവരാം. മോളെ ഇത് കൊടുത്തു നോക്കോൾക്ക്. എന്തത്താ പാ മൂത്ത് കാട്ടി കൂട്ടിയിരിക്കണ ഈ കുട്ടി. ആള് നീറ്റ് പാടേ കൺമശൊക്കെ പാടിട്ടുകാണ്ടേ മൂത്ത് വാരി തേച്ചിക്കണ്. പല്ലൊന്നും തേക്കാൻ വരണീയ, പല്ലൊന്നും തേക്കണ്ടെന്നാ പറഞ്ഞത്. ഒരു വടി എടുത്തുങ്ങാണ്ടേ 4 പെട പടച്ചാ തീരുപ്പോളെ സൂക്കട്. എങ്ങനെ കേക്ക് നന്നാക്കാനപ്പ ഇത്? പാച്ചു ഇന്നെ അടിക്കണത് എന്താ മങ്ങള്? അവൾക്ക് സ്വബോധം ഉണ്ട്, ഇങ്ങനൊക്കെ ചെയ്യോ? സ്വബോധം ഇല്ലാഞ്ഞിട്ടല്ലേ? നിങ്ങളത് മനസ്സിലാക്കണ്ടേ? പിന്നെ എന്താ മോളമ്മ പറയേണ്ടത്? കോളേജിലെ പഠിക്കാൻ വിട്ടതിന്റെ ഭവിഷ്യത്താണല്ലോ ഇപ്പൊ നമ്മൾ ഈ അനുഭവിക്കണത്. ഇങ്ങനൊക്കെ തന്നെ പറയാൻ തോന്നുള്ളൂ. ഇങ്ങളിഞ്ഞ ഓരോന്ന് പറഞ്ഞിട്ടേ നിങ്ങൾ അസുഖം കൂട്ടാൻ നിക്കണ്ട. നിങ്ങളത് മെഷീൻമ വെച്ചാള്, ഞാൻ കൊടുത്തോണ്ട്. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലി. ഇന്റെ തൊള്ള പൂട്ടി കെട്ടിയിട്ടൊന്നും കാര്യമില്ല. നൂറമോളെ, ഇമ്മാന്റെ കുട്ടി ഒന്നും മറന്നിട്ടില്ലല്ല. ഇവളൊറ്റ കാരനാണ് എൻ്റെ വാപ്പേ ഒരു കയറുമ്പോ തൂങ്ങണ്ടി വന്നത്. ഇതിരിക്കണ ദോശ അത് നുള്ളി കൊടുത്തൂടെ. ഓരോന്ന് കാട്ടിക്കൂട്ടും. പാച്ചു ഈ ഉറക്കം വരുന്നു. പാച്ചുവിന്റെ മോള് വായോ. പാച്ചേ പല്ലൊക്കെ തേച്ചേരാ, കുളിപ്പിച്ചും തരാ. എന്നിട്ട് പാച്ചുവിന്റെ കുട്ടീനെ പാച്ചു നല്ല സുന്ദരാക്കി തരാന്നേ. സത്യം സത്യം. എന്നാ പാച്ചുവാ. വാ പാച്ചു, സുന്ദരി ആവണ്ടേ? പാച്ചു ഇങ്ങനെ ഇരിക്കുക. വാ. പാച്ചുവിന്റെ കുട്ടി ഇത്ര ഉഷാറിൽ എണീറ്റാ. വാ.